ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലും ഒക്കെ അങ്ങനെ തുടരുകയാണ്. ഇനി ഒരുപക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങാൻ പോകുന്നത് മുൻ മെമ്പറായിട്ടുള്ള ശങ്കർദാസാണ്. കാരണം ഈ ശങ്കർദാസും ഈ സ്വർണ്ണക്കവർച്ച നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറായിരുന്നു. CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ശങ്കർദാസ്. മാത്രമല്ല ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള N. വാസു അതോടൊപ്പം തന്നെ A. പത്മകുമാർ തുടങ്ങി ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാരുമായിട്ടൊക്കെ വളരെയധികം ലിങ്കുള്ള വ്യക്തിയാണ് ശങ്കർദാസ്. അതിനകത്ത് തന്നെ ഇയാൾക്കും ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പ് എന്ന് എഴുതി ചേർത്തതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രശാന്ത് ശങ്കരമംഗലത്താണ്. പ്രശാന്ത്, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് അങ്ങനെ തുടരുകയാണ്. ഇനി ഒരുപക്ഷെ ശങ്കർദാസിൻ്റെ ഊഴമാണ് എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ചെമ്പുപാളികളെ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികൾ എന്നൊക്കെ വിശേഷിപ്പിച്ചത് ശങ്കർദാസ് ആയിരുന്നു. ഇക്കാര്യം നേരത്തെ തന്നെ SIT സ്ഥിരീകരിച്ചതാണ്. ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ശങ്കർദാസിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗൗതം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ബന്ധമില്ല എന്ന് CPM ആവർത്തിക്കുമ്പോഴും അറസ്റ്റ് നടപടികൾ നടക്കുന്നത്, അറസ്റ്റ് ചെയ്യപ്പെടുന്നത് CPM നേതാക്കളാണ് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. CPM-ന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ആ ലിസ്റ്റിലേക്ക് അടുത്ത ഒരാൾ കൂടിയാണ് ഇപ്പോൾ എത്തുന്നത്. മുൻ മെമ്പറായ ശങ്കർദാസ്, ദേവസ്വം ബോർഡ് മെമ്പറായ ശങ്കർദാസ്. ആ ശങ്കർദാസിൻ്റെ അറസ്റ്റ് നടപടികൾ ഉടൻ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റിയതിൽ ശങ്കർദാസിനും പങ്കുണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകുന്നതും എന്നും ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ 2018 കാലത്ത് സ്വർണ്ണപ്പാളികളെ ചെമ്പാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ ആ നടപടിക്രമങ്ങൾ നടന്ന കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറായിരുന്നു ശങ്കർദാസ്. അതോടൊപ്പം തന്നെ പത്മകുമാറുമായിട്ടും അതോടൊപ്പം തന്നെ N. വാസുവുമായി എല്ലാം അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൂടിയാണ് ഈ ശങ്കർദാസ്. അതോടൊപ്പം തന്നെ CPM-ന്റെ തന്നെ സമുന്നതരായിട്ടുള്ള നേതാവ് കൂടിയാണ് ഈ ശങ്കർദാസ്. അതുകൊണ്ട് തന്നെ ശങ്കർദാസിനും കൃത്യമായ പങ്കുകളുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അത് നിഷേധിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. നേരത്തെ ശങ്കർദാസിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മൊഴി രേഖപ്പെടുത്തിയ സമയത്തെല്ലാം തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിയില്ല, അതെല്ലാം പത്മകുമാർ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് എന്നതടക്കം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാനാണ് ആദ്യഘട്ടത്തിൽ ശങ്കർദാസ് ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ കൂടുതൽ തുടരെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു, മറ്റ് മൊഴികൾ ഉണ്ടായിരിക്കുന്നു, മറ്റ് തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നു. ഇതിൻ്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ് ശങ്കർദാസിനും വ്യക്തമായ പങ്ക് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് തെളിവുകൾ അടക്കം ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ശങ്കർദാസിൻ്റെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശങ്കർദാസിനെ കൂടി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വ്യക്തമായൊരു പങ്ക് ശങ്കർദാസിനുമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുകയും ചെയ്തത്. അതായത് നേരത്തെ ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റുന്ന ആ രേഖകളുടെ നടപടിക്രമങ്ങൾ നടക്കുന്ന സമയത്തെല്ലാം ശങ്കർദാസും ഉൾപ്പെട്ടിട്ടുണ്ട്, മെമ്പർ എന്ന നിലയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ദേവസ്വം ബോർഡ് യോഗങ്ങൾ ചേർന്നു. ഈ ദേവസ്വം ബോർഡ് യോഗങ്ങൾ ചേർന്ന സമയത്തൊന്നും ഇതിനൊരു എതിരഭിപ്രായം അല്ലെങ്കിൽ അതായത് ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ശങ്കർദാസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു എതിരഭിപ്രായങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. തുടർന്നുള്ള ദേവസ്വം ബോർഡ് യോഗങ്ങളിലും അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ അത്തരം അവസരങ്ങളൊന്നും അല്ലെങ്കിൽ അത്തരം ഈ ശങ്കർദാസിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെയുള്ള യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടായില്ല എന്നാണ് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് എതിർപ്പറിയിക്കാൻ നേരത്തെ സാഹചര്യം ഉണ്ടായിട്ട് അങ്ങനെ എതിർപ്പ് അറിയിക്കാത്തത് എന്നതിൻ്റെ കാരണം ശങ്കർദാസിന് കൂടി ഇതിന് പങ്കുള്ളത് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ കൂടിയാണ് അറസ്റ്റ് നടപടികൾ അനിവാര്യമായി വന്നിരിക്കുന്നത്. ഉടൻ തന്നെ ശങ്കർദാസിൻ്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൂടുതൽ CPM-ന് കുരുക്ക് മുറുകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം തുടക്കത്തിൽ മാത്രമല്ല, ഇപ്പോഴും CPM-ന്റെ നേതാക്കളുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദനോടോ അല്ലെങ്കിൽ മറ്റ് CPM നേതാക്കളോട് സംസാരിക്കുമ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി തങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാനും അല്ലെങ്കിൽ പറഞ്ഞ് പ്രതിരോധിക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പോഴും അതായത്
നമുക്ക് കൃത്യമായി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ തെളിവുകളിരിക്കുന്നു. അറസ്റ്റിലായവർ ആരൊക്കെയാണെന്ന് പച്ചപരമാർത്ഥം എന്ന നിലയിൽ വ്യക്തമായിരിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് പത്മകുമാർ ആയിക്കോട്ടെ, എൻ വാസു ആയിക്കോട്ടെ, മറ്റ് മുരാരി ബാബു ആയിക്കോട്ടെ, അങ്ങനെ CPM നേതാക്കളും CPM-മായി അടുത്ത് നിൽക്കുന്നവരടക്കമുള്ളവരാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം CPM നേതാക്കളാണെന്നിരിക്കെ, അല്ലെങ്കിൽ CPM-മായി ബന്ധപ്പെട്ടവരാണെന്നിരിക്കെ ഇപ്പോഴും അത് നിഷേധിക്കാനാണ് ഈ CPM-ൻ്റെ നേതൃത്വം തയ്യാറെടുക്കുന്നത്. എന്നാൽ അങ്ങനെ പറയുമ്പോൾ പോലും, അല്ലെങ്കിൽ നിഷേധിക്കുമ്പോൾ പോലും ആ നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നു. നമുക്കറിയാം, കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട പങ്കുണ്ട് എന്ന വിവരങ്ങൾ ലഭിച്ചിരുന്നു. കടകംപള്ളിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ നേരത്തെ അത്തരം അതായത് കടകംപള്ളിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് തന്നെ അത് തന്നെയാണ് പ്രശാന്ത്. അതായത് കടകംപള്ളി സുരേന്ദ്രനിലേക്കൊക്കെ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നീങ്ങുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ശങ്കർദാസിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. കാരണം ഈ ചെമ്പുപാളികൾ ആണിത്, സ്വർണ്ണപ്പാളികളല്ല എന്ന രീതിയിലേക്ക് മൊഹസറിലും മറ്റും ഇത് തിരുത്തി എഴുതിയതിൽ ശങ്കർദാസിനും വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് എന്ന നിഗമനത്തിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായി എത്തിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് CPM-ന്റെ നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ മെമ്പറുമായിട്ടുള്ള ശങ്കർദാസ് കൂടി ഈ കേസിൽ കുടുങ്ങാൻ പോകുന്നു എന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.